ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മൈ ഫേവറേറ്റ് മൊമോസാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട്. സോ ഐ തോട്ട് എന്തായാലും ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എങ്ങനെയാണ് അനലൈസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നോക്കി എത്രത്തോളം പോസിബിളാണ്. പിന്നെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കുള്ള ഇത് ഉണ്ടാക്കാൻ പറ്റിയതാണെന്ന് കൺഫേം ആയി ഏകദേശം. അപ്പം ഞാൻ അങ്ങനെ തീരുമാനിച്ചാണ് മോമോസ് ഉണ്ടാക്കാം. വെജ് മോമോസാണ്. നമുക്ക് ബേബി സ്റ്റെപ്സ് ഉണ്ടാകും. അത് ഞാൻ വെജ് ചെയ്തിട്ട് ചിക്കനിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് എത്രത്തോളം കാരണം എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനിത് വെച്ച് എന്തുണ്ടാക്കാമെന്ന് കുറച്ചായിട്ട് ആലോചിക്കും. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഓക്കെ വെജ് മോമോസിലുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനത് ഉണ്ടാക്കും. അങ്ങനെയാണ് തീരുമാനിച്ചത്. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ അതൊന്നും പറഞ്ഞത്. അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിലർ പറഞ്ഞു എന്നോട് ക്യാമറയിലാണ് കാണില്ല അവർക്ക് കട്ടണം. അപ്പോൾ ശരിയാണ്, ഞാൻ ഇവിടം വരെ എൻ്റെ കാണുള്ളൂ. എന്തുണ്ടാക്കണമെന്നൊന്നും മജീഷ്യൻ്റെ പോലെയായിരുന്നു വീഡിയോ. അപ്പം ഞാനത് ഓക്കെ, അതൊരു നല്ലൊരു ഒപ്പീനിയനാണ്. അപ്പം ഞാൻ ക്യാമറ കട്ടയിലാണ് പിന്നുള്ള പണി. ഇത് അവിടെ ഇവിടെയൊക്കെ വെക്കണ്ട. ഞാനിപ്പോൾ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കല്ലേ കാണാം. പിന്നെ കുക്ക് ചെയ്യുന്ന സാധനം കാണില്ലല്ലോ. എല്ലാം കൂടെ വന്നാണെങ്കിൽ സൈഡ് ആംഗിളാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഇത് ഇങ്ങനെ പതുക്കെ നല്ലോണം ചെറുതാക്കി അരിയണം. വിച്ച് ഐ കണ്ടു. ഞാനെപ്പോഴും അരിയുമ്പോഴും ഇന്നലെ ചക്ക പൂത്ത പോലെ അരിയുള്ളൂ. ഇതെങ്ങനെ അറിയാൻ അറിയുള്ളൂ. ഞാൻ ഇത് അരിഞ്ഞ് കളഞ്ഞാണ്. ഇത് എല്ലാ സ്റ്റെപ്സും ഞാൻ ക്യാപ്ചർ ചെയ്യണില്ല പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ലെങ്തി വീഡിയോയാണ്. സോ എല്ലാ സ്റ്റെപ്സും നോക്കി എന്തുണ്ടാക്കണ്ടേന്ന് പറഞ്ഞാൽ പോലെ. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഇതിൽ കംഫർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്യാം. ആൻഡ് സംവെയർ ഇറ്റ് ഈസ് ക്യാപ്ചറിങ്. അങ്ങോട്ട് ഇടയ്ക്ക് ഞാൻ മറന്നു പോകണം ഫോട്ടോ റെക്കോർഡിങ് ആണ്. പക്ഷെ ഇത് രസമാണ്. പക്ഷെ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ കുക്കിംഗ് മാത്രമല്ല. അതുകൊണ്ട് ഞാൻ അധികം പോസ്റ്റ് ചെയ്യൽ കുറവാണ്. കുക്കിങ്ങിനിടയിൽ വീഡിയോ പോസ്റ്റിങ് കുറവാണ്. ഇതിലിപ്പോൾ ഒരു ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുള്ളത്. എത്ര ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കൂടിപ്പോയി ഒരു 5 ആൾ, 4 ആളോളം. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ക്വാണ്ടിറ്റി. സോ അതോട്ട് ഇത് അരിയണം. ഇനി ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഐറ്റംസ് എത്തിയിട്ടില്ല, വാങ്ങിയിട്ടില്ല. അത് ഈ ചുവന്ന മുളകും നാരങ്ങയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ ഇല്ല. അപ്പം അങ്ങനത്തെ ബേസിക് സാധനങ്ങൾ എനിക്ക് എന്തായാലും നാരങ്ങ വാങ്ങണം. എന്തൊക്കെ വാങ്ങാൻ പറഞ്ഞു. ഓക്കെ, വളരെയധികം ശ്രദ്ധിച്ച് കുനുകുന അരിഞ്ഞു. പക്ഷെ ഇപ്പോഴും കുനുകുന ആയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തൊരു ഗതികളാണ് നോക്കണം. നിങ്ങളുടെ കയ്യിൽ മറ്റേ ഇങ്ങനെ വലിക്കണ സാധനല്ലിട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഒരു ചെറുതായി കിട്ടും പീസുകൾ. എന്തെങ്കിലും ഉണ്ട്, ഞാൻ നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്തോട്ടെ. ഞാനത് കുറച്ചിന്ന് അടിച്ച് നോക്കിയായിരുന്നു. അതുകൊണ്ട് സോ പെർഫെക്റ്റ്. ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ക്യാരറ്റ് അരിഞ്ഞു വെച്ചു. പിന്നെ
ഇനി ഉള്ളില്ലേ, ഉള്ളിത്തണ്ട് എന്താ പറയുന്നത്, സ്പ്രിംഗ് ഓണിയനാണ് നമുക്കിനി ആവശ്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പീസ് എടുത്തിട്ടുണ്ടോ, 2-3 ഉണ്ട്. ഇതൊക്കെ എന്താ പറയുക, ഉപയോഗിക്കാണ്ടിരുന്നിട്ടേ എന്തിനൊക്കെ എടുക്കണ്ട. പ്രാവശ്യം കൂടുതൽ വെജ് കറികളാണ് എടുത്തത്, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം അധികം ഒന്നുമില്ല. അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതും ആവശ്യമുണ്ട് നമുക്ക് കുറച്ച്. ഇങ്ങനെ ഇത് ആക്ച്വലി ഈ ഉള്ളിയിലത് സ്പ്രിംഗ് ഓണിയൻ ഇട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മളെന്താ പറയുക, ഉള്ളി കിട്ടേണ്ട ഒരു എഫക്റ്റ് വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ റെഫർ ചെയ്ത വീഡിയോയിലൊന്നും തൽക്കാലം അവർ ഇത് ഇട്ടിട്ടില്ല, വേറെ ഉള്ളി സവാള ഒന്നും ഇട്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് അതിൻ്റെ എഫക്റ്റ് എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇത് അരിയാം. ചില കുക്കിംഗ് വീഡിയോസിൽ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്, ആദ്യം ഉള്ളിയുടെ വെള്ള ഭാഗിടുക, അത് കഴിഞ്ഞ് പച്ച ഭാഗിടുക. ഇതിപ്പോൾ രണ്ടും കളറായിട്ട് ഇങ്ങനെ വരും. നമുക്ക് കാണാമല്ലോ വീഡിയോയിൽ 2 കളറായിട്ട് വരുമ്പോൾ ഏത് ഭാഗിടുകയെന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോയിൽ മനസ്സിലായില്ല, അവരിങ്ങനെ പറയും വെള്ള ഭാഗിടുക പച്ച ഭാഗിടുക എന്നൊക്കെ പറയുമ്പോൾ അതിനായിട്ട് ചുറ്റാൻ മതി. നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ചിടാൻ പോകും. ഐ ആം നോട്ട് എ പ്രൊഫഷണൽ, സോ ഐ ക്യാൻ ഡു ഇറ്റ്. ഇത്രയും സാധനങ്ങൾ പ്ലസ് ക്യാരറ്റും ഇതും റെഡി. നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് നോക്കാം. അതിനിടയിൽ എൻ്റെ കെട്ടിയ വന്നിട്ട് സീരീസ് കാണാമായിരുന്നു. പിന്നെ ടി വിയിലെ സൗണ്ടൊക്കെ അതിനുള്ളിൽ റെക്കോർഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഓൾറെഡി ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പേസ്റ്റ് ആക്കി. അപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 2 സീസണൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞത് സ്ട്രേഞ്ചർ തിങ്സ് കംപ്ലീറ്റ് ആക്കണം. ഇതുവരെ കണ്ട് തീർത്തിട്ടില്ല. എന്താ ചെയ്യുക, പണിയും കഴിഞ്ഞ. അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് പേസ്റ്റ് ആക്കാം. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളുണ്ട്. ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് തക്കാളി 4 എണ്ണം, എല്ലാ സമയവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ അരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് ഇത് മിക്സ് ചെയ്യുമ്പോഴാണുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായി സാധനങ്ങളൊക്കെയും. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇതിൻ്റെ ഉള്ളിൽ, പാത്രത്തിൻ്റെ ഉള്ളിൽ തക്കാളി 4 എണ്ണം. അത് ഇതിൻ്റെ മേലെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഈ ഒരു ഷേപ്പിൽ പ്ലസ് സൈൻ ഇട്ടിട്ട് തോല് പോരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും വെളുത്തുള്ളിയും ചുവന്ന മുളകും കൂടി ഇട്ടിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് ചുവന്ന മുളകിട. നമുക്കിതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. ഇരുത്തി നല്ലോണം ഞാൻ വെച്ച അത്യാവശ്യം സ്പീഡുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വെളുത്തുള്ളി അധികം വേണ്ട, നമുക്കൊരു 5-10 പോലെ നമുക്ക് ഇടാം. എടുത്ത് വയ്ക്കുക. ഇത് നമുക്ക് തിളപ്പിക്കാം. ഇത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് അരിച്ചെടുക്കണം. നോക്കണം. ഞാനിതെടുത്തിട്ട് ഇത്രയും സാധനങ്ങൾ ഇട്ടരിച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ചു. അപ്പം നമ്മൾ നെക്സ്റ്റ് അടുപ്പത്ത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാത്രത്തിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ്, ഈ പാത്രം ഞാനിപ്പോൾ ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. നോക്കാം. ഞാനിപ്പോൾ പാൻ ചൂടാക്കി. ഇതിപ്പോൾ ഇത്രയും വെന്താൽ മതിയിരിക്കും തോന്നുന്നു. ഓക്കെ, അപ്പം ഞാൻ ബട്ടർ ഇട്ടിട്ടുണ്ട്.
ബട്ടർ ഇട്ടിട്ട് അത് മെൽറ്റായി വരുമ്പോൾ അതിനുള്ളിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. ഒരു പിടി ക്യാബേജ് അരിഞ്ഞത് ഞാൻ ചേർക്കാം. ഐറ്റംസ് ഇത്തിരി ചേർക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം അരിഞ്ഞത്. ക്യാപ്സിക്കം ഞാൻ അത്യാവശ്യം മുഴുവനായിട്ട് ചേർക്കാം അതിലേക്ക്. ഇത് നമുക്ക് പിന്നെ ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാലും ഉണ്ടാക്കാമല്ലോ. ഞാനിങ്ങനെ ഇത് നല്ലവണ്ണം സ്ലോ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ചേർക്കാനുള്ള ഐറ്റംസ് വെളുത്തുള്ളി എടുക്കണില്ല, പച്ചമുളക് ഫുള്ളിട്ട് ഞാൻ നമ്മുടെ എന്താ പറയുക സ്പ്രിംഗ് ഓണിയാണ് ഞാനിതിലേക്ക് ചേർത്ത് ഈ മിക്സ് എന്നിട്ട് നല്ലവണ്ണം ഇതായിട്ട് വരണം. നമ്മൾ മെയിൻ സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ്, കുറച്ചും കൂടി ജിഞ്ചർ ഗാർലിക് ഞാൻ ചേർക്കാൻ പോകുന്നതാണ്. കുറച്ച് ഉപ്പ്. അപ്പം ഞാനിത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനിത് മൂടി വെക്കുമ്പോഴാണ് അടച്ചേക്കാണ് ചെറിയ തീയിലിട്ടിട്ട്. അപ്പോഴേക്കും നമ്മൾ മറ്റേത് പേസ്റ്റാക്കി എടുക്കണം. ഓക്കെ, പേസ്റ്റാക്കി ഈ സംഭവം തക്കാളി പേസ്റ്റാക്കി എടുക്കണം, അരിച്ചെടുത്തിട്ട് പേസ്റ്റാക്കി എടുക്കണം. നമുക്ക് അടുത്ത കുക്കിങ്ങിൻ്റെ സെക്ഷൻ നോക്കാം. ഇത് കുറച്ച് സൊറക്കയാണ് ചേർക്കണത്. വിനാഗിരി വിനീഗർ ചേർത്ത് ഇത് നമുക്ക് കുറച്ചും കൂടെ നിറച്ച് വെച്ചിട്ട് വേവിക്കാം. ഓക്കെ, മറ്റേത് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് അരച്ചെടുക്കണ്ടല്ലോ. അപ്പോൾ മിക്സിയിൽ എപ്പോഴും ഐറ്റംസ് അരച്ചെടുക്കണം. ഞാൻ എപ്പോഴും കണ്ടോ ഫാൻ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ തക്കാളീനൊക്കെ തോല് കളഞ്ഞെടുക്കണം. തോല് കളഞ്ഞെടുത്ത് ചൂടുത്തിട്ടെങ്കിൽ തോല് കളയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ടത് ഇങ്ങനെ ഫാൻ ഇട്ട് വെച്ചിരിക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ഒനിയൻ കട്ട് ചെയ്യാൻ മറന്നുപോയി. ഒനിയൻ അല്ലെങ്കിൽ സവോള ഏതെങ്കിലും. പക്ഷേ ഇതിലെ കട്ടിങ്ങിന് എന്താ പ്രശ്നം വെച്ചാൽ നന്നായി ചെറുതാക്കി അരിയണം. എൻ്റെ ചെറുതാക്കലൊക്കെ വളരെ ഷോറാണ്. പക്ഷെ എനിക്ക് അറിയുന്നത് ഇത് നമ്മളെ മിക്സ്ചറിൻ്റെ ഉള്ളിൽ ആ മിക്സ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഇതും കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് നമ്മൾ സ്വർത്തൊക്കെ ഒഴിച്ചല്ലോ, വിനാഗിരി കിട്ടുമ്പോൾ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നമ്മൾ അത് മൂടി വയ്ക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മൈദാമലാണ് ചാരി വെച്ചിരുന്നത്. ഇറങ്ങാറ് നമുക്കൊരു ഏകദേശം ഓൾ പർപ്പസ് ഫ്ലോർ എന്നാണ് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതിൽ എൻ്റെ ഒരു മൈദ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് എടുക്കണം. എനിക്കൊരു അത്യാവശ്യം ഒരു അളവ് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ വെയിറ്റ് പേടിക്കേണ്ട. വെള്ളം ഇടാൻ അതിൻ്റെ കുറച്ച് ഉപ്പിടാം. ഫ്ലോറിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പിട്ടു ഞാൻ. അതിനുശേഷം അത് നല്ലോണം മിക്സ് ചെയ്തു. ഈ പാത്രത്തിലായാലും അറിയില്ല വളരെയധികം കുറച്ച് പോലെ ഫീലാണ് പാത്രം വലുതായിരുന്നു. എന്നിട്ട് ഞാൻ ചെയ്യുന്നത്
കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മൈദയിൽ ഞാൻ മൈദ അധികം യൂസ് ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടൊക്കെ വേണ്ടിയിട്ട്. ഇത് ഹോട്ടലില്ലേ, പിന്നെ നല്ലോണം വെള്ളം ചേർത്ത് അങ്ങനെ കുറച്ചായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേർത്ത് നോക്കാം. സത്യത്തിൽ ആദ്യമൊന്നും തീരെ ഞാൻ കുക്ക് ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുക്കിങ്ങൊക്കെ പഠിച്ച് ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ ആയത്. പണ്ടൊന്നും ഞാൻ കുക്കിങ്ങിൻ്റെ സൈഡിൽ നോക്കിയിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കെട്ടിയതിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. പുള്ളി നല്ല ഫുഡിയും ഞാൻ കുക്ക് ചെയ്യാതെ കഴിഞ്ഞാൽ സെറ്റാവില്ല നമുക്ക്. പിന്നെ ഞങ്ങൾ കുക്കിങ് മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം ഈ ഫുഡ് ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒന്നും കിട്ടാണ്ട് വരണമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ മാക്സിമം അവോയ്ഡ് ചെയ്ത് ഫുഡ് ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം വീട്ടിൽ തന്നെ കുക്ക് ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കുക്കിംഗ് കൂടുതൽ വീട്ടിലാക്കിയത്. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കഴിക്കുന്നതിന് ഒന്നുമില്ല. ഞങ്ങൾ വീക്കെൻഡ് ആകുമ്പോൾ അധികം റിസ്ക് ഇല്ലാത്ത ടൈമിലാണ് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക. പിന്നെ എന്തെങ്കിലും പറ്റി ഞാൻ കുഴപ്പമില്ല. ഇത് പക്ഷേ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടായിരുന്നു അവസാനം കൂടുതൽ വയ്യാണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല. എപ്പോഴും അസുഖം കിട്ടുന്നത് എവിടെന്നെങ്കിലും വരുന്ന നോക്കിയിട്ട് പോകും. പക്ഷെ മാക്സിമം നമ്മൾ വീട്ടിലാണെങ്കിൽ അത്യാവശ്യം നമ്മൾ അറിയാമല്ലോ നമ്മൾ എന്താ ചെയ്യണമെന്ന് നമുക്കറിയാം. ക്ലീൻ ആക്കിയിട്ടും നമ്മുടെ അനുസരിച്ചിട്ട് എന്താ പറയുക കസ്റ്റം ഫുഡ് മെയ്ഡ് നമ്മുടെ വീട്ടിലേ പറ്റുള്ളൂ. ഈ എരിവുള്ളവർക്ക് എരിവ് കൂട്ടിയിടാനും അങ്ങനെയുള്ളവർക്ക് അങ്ങനെയൊക്കെ എന്താ പറയുക ഓവറായിട്ട് കസ്റ്റം ഫുഡൊക്കെ വേണ്ടവർ വീട്ടിൽ നിന്നാണ് കഴിക്കുക കൂടുതൽ. ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുള്ള ഇപ്പോൾ എരിവ് കൂടി കഴിഞ്ഞാലും എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണ്. സ്വീറ്റ് അധികം ആയി കഴിഞ്ഞാൽ ഞാൻ കഴിക്കും. അപ്പോൾ പ്രതി അധികം കഴിക്കൽ കുറവ്. ഉപ്പുള്ള ഐറ്റംസ് പ്രതിക്ക് ഇഷ്ടം. ഞങ്ങളങ്ങനെ ഒരു ഓപ്പോസിറ്റ് ആയ കാരണം ഇവിടെ ഫുഡ് വേസ്റ്റ് ആവലൊക്കെ ഭയങ്കര റയറാണ്. രണ്ടാളും ഒരേ ഫുഡ് രീതികളല്ലാത്ത കാരണം എനിക്കിഷ്ടമില്ലാത്ത ഞാൻ കുറുക്ക് ഐറ്റംസൊക്കെ നല്ലോണം കഴിക്കും. പ്രഭിക്ക് അധികം ഇഷ്ടമല്ല കുറുക്കൊന്നും. അപ്പോൾ അത് അങ്ങനത്തെ ഐറ്റംസ് ആക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അങ്ങനെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയ കാരണം ഫുഡിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു സത്യം പറഞ്ഞു. ഇനി ഇതിങ്ങനെ സ്റ്റിക്കി ആണോ എന്ന് എനിക്ക് അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് മൈദയുടെ ഐറ്റംസ് ഉണ്ടാക്കണം. ടു മച്ച് സ്റ്റിക്കി. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് എനിക്കിങ്ങനെ ഈ കൈ മുട്ടിപ്പിടി. ഞാൻ ഒരു വട്ടം ചപ്പാത്തി ഉണ്ടാക്കാൻ കാണിച്ചു തരാം കറക്റ്റ് എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ കാര്യങ്ങളൊക്കെ എടുക്കുക. മൈദ ഐറ്റംസ് എനിക്കറിയില്ല, നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഫുള്ള് എന്താ പറയുക കംപ്ലീറ്റ്ലി സ്റ്റിക്കി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാനപ്പോൾ ഇത് പരത്താനുള്ള ഒരു സെറ്റപ്പ് ആക്കിയിട്ട് വരാം. ഓക്കെ, നിങ്ങളും എൻ്റെ ഒപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ബിക്കോസ് ഞാനും ഇത് ആദ്യമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. സോ എല്ലാവരും പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് കൊണ്ട് ഉണ്ടാക്കാറ് ഈ ഫുഡ് ഐറ്റംസ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. എനിക്കൊരു ത്രില്ലായിട്ട് ഞാൻ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുകയാണ്. നമുക്ക് മേ ബി എക്സ്പേർട്സൊക്കെ ആയി കഴിഞ്ഞാൽ ഇനിയുള്ള എൻ്റെ സാധനങ്ങൾ ഞാൻ വെൽ പ്രാക്ടീസ്ഡ് അങ്ങനെയൊക്കെ ആയിട്ട് ഇത് ചപ്പാത്തി വരുന്ന പോലെ അങ്ങനെയൊക്കെ നടത്തണം. ഇതെങ്ങനെയത് ഓയിൽ ചെയ്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഞാനങ്ങനെ കുറച്ചധികം വീഡിയോസ് കണ്ടിട്ട് അതിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള രീതികളാട്ടോ ഞാൻ എടുക്കണം. അല്ലാണ്ട് ഒരെണ്ണം മാത്രം റെഫറൻസില്ല. ഇതെടുത്തു. ഇനി ഞാൻ നമ്മുടെ ചമച്ചിങ് ഇതൊക്കെ വയ്ക്കാം. ഇതിൻ്റെ കുക്ക് ചെയ്തായിട്ടും ഞാൻ കൂടുതൽ വെച്ചു ഫുൾ ചെയ്തു. ഫില്ല് ചെയ്ത് ഒരെണ്ണം ഞാൻ കാണിച്ചു. എനിക്ക് എല്ലാവരും കുത്തിരുന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഗൈസ്, നിങ്ങൾ എനിക്കിതിൻ്റെ എന്താ പറയുക പിഞ്ച് സംഭവം അറിയില്ല. അപ്പം ഞാനത് ഒരു ഷേപ്പിൽ അങ്ങോട്ട് ആക്കി എടുത്തു എന്നുള്ളൂ.
എന്നിട്ട് ഞാനിതിങ്ങനെ ഒരു ഷേപ്പാക്കി എനിക്കറിയുന്ന ഷേപ്പിലാണ്. അപ്പം ഞാനിതുപോലത്തെ ഇനി ബാക്കിയുള്ള ബോൾസും കൂടി ഉണ്ടാക്കാൻ പോകും. ഓക്കെ, ഒരു ഫസ്റ്റത്തെ ട്രയൽ എന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചു. പാത്രം ഉണ്ടോ? ഇത്രയും വെള്ളം വേണ്ടെന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നമ്മുടെ ഫില്ല് ചെയ്ത് വെച്ച മോമോസ് കുട്ടന്മാരെ ഇറക്കി വെക്കാൻ പോവാണ്. ഞാൻ തൽക്കാലം ഒരു 4 സാമ്പിളാക്കി എടുത്തിന്. കുളമാവില്ല എന്നറിയണ്ട, നമുക്കത് കുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമുക്ക് പറയും. ഇതാണ് എൻ്റെ പാത്രം. ഞാനിത് മൂടി വെച്ചിട്ട് ഇനി അടുപ്പത്ത് വെക്കാം. വെള്ളമാണ്. അപ്പോൾ ഇനി അത് അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. ടൊമാറ്റോ ഞാൻ ആ മിക്സ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് സോസായിട്ട് മാറ്റാം. ഇത് നന്നായി അരഞ്ഞിട്ടില്ല, ഒന്നും കൂടെ ഞാൻ അരച്ച് നോക്കട്ടെ. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മറ്റേത് അടുപ്പത്തും വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇനി നമ്മൾ സോസ് ഓയിലൊക്കെ ചേർത്ത് മിക്സ് ചെയ്യണം. ഓക്കെ, ഫുള്ള് ഇതിൻ്റെ കച്ചിലായിരിക്കും. ഞാനിപ്പോൾ ഇത് പാത്രം ചൂടായിട്ട് തെറിച്ചോളും. എത്ര വേണേലും തെറിച്ചോളും. നല്ല വ്യതിയായിരുന്നു. നമ്മൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് എല്ലാതും കോൺഫിഡൻസോടുകൂടെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണം. നമുക്ക് ഉറപ്പൊന്നുമില്ല, മേ ബി അത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അത് ഇതല്ലാണ്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യം വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഓയിലൊക്കെ ചൂടായിരിക്കുമ്പോൾ നേരിട്ട് ഒഴിക്കുകയാണെങ്കിൽ തീ കുറച്ചിട്ട് ഒഴിക്കുക. അത്യാവശ്യം എല്ലാ ഒഴിക്കുന്നതും ചെയ്യണതൊക്കെ കാണുന്നതിനായ പ്രശ്നമാണ്. അപ്പം ഞാൻ ക്യാമറ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് ഇതിപ്പോൾ ഓയിൽ തിളച്ചിട്ട് വരുന്നപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാനിത് സോസ് ഒഴിക്കുകയാണ് ചെയ്തത്. അതാണ് തോന്നി ഈ മോമോസൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര ഓയിലി ഒരു സാധനമാണ്. അപ്പോൾ അതിലുണ്ട് സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നത് നല്ലോണം ചൂടാക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, ഓവറ സാധനം ഉണ്ടാക്കണമെന്നുണ്ട്. തക്കാളിയിൽ ഞാൻ കുറച്ച് അധികം എണ്ണില്ല, ഒരു ചെറിയൊരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഉപ്പ് ഇടാം. ഞാൻ തൊട്ടടുത്തൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഒരു സാധനം ഞാൻ തൊട്ടടുത്തില്ല, ഇല്ലാതെ അവിടെ ഇവിടെ കേട്ടിരിക്കുന്നത്. ഉപ്പും പഞ്ചസാര ഇട്ട് നമ്മൾ നല്ലോണം ഇളക്കുക. മൂടി നോക്കണ്ട, അത് ടൊമാറ്റോ കെച്ചപ്പാണ്. കുറച്ച് ഞാൻ അതിൽ ഒഴിച്ചു. എൻ്റെ മേത്തിക്കൊക്കെ നല്ലോണം കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് ഒഴിക്കുക. അപ്പം ആ പുളി സെറ്റാവും. ശരിയാണ്, എനിക്ക് ഇത്തിരി പുളി കുറവ് പോലെ ഫീൽ ചെയ്തു. ഞാൻ ഒഴിച്ചു. കണ്ടോ, തീയിലിട്ടിട്ടുണ്ട്. കുറച്ചേരം മൂടി വയ്ക്കും. ഞാൻ എല്ലാ സാധനവും കുറച്ചേരം ബേബിക്ക് വേണ്ടി മൂടി വയ്ക്കും, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ മോമോസ് റെഡി ആയി വന്നു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു വീഡിയോ എടുക്കാം. ഓക്കെ, ബൈ. ബൈ അല്ല, അടുത്ത വീഡിയോ എടുക്കാം. ഞാനിത് തുറന്ന് നോക്കിയിട്ടൊന്നുമില്ല, ഇപ്പം തന്നെയാണ് നോക്കുന്നത് പോലെ. സംഭവം മോമോസിൻ്റെ പോലൊക്കെ വന്നുണ്ട്. ഉപ്സ്, പൊളിഞ്ഞു പോകുന്നുണ്ടത്. ഓക്കെ,
ഓക്കെ, ഇനി ഞാൻ അത് ടേസ്റ്റ് നോക്കാം. ഞാൻ പക്ഷേ ട്രൈ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഒരെണ്ണം എടുത്തു, സമാധാനമില്ല. അതിൽ വെരി സ്പൈസി. കണ്ണിനെ കരി പറഞ്ഞു. സംഭവം രസമുണ്ട്. വിചാരിച്ച പോലെ നമ്മൾ പറഞ്ഞില്ല, ആ ഓയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി അതിൻ്റെ മോമോസിൻ്റെ മേലെ കൂടെ. നല്ല രസത്തിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് വെരി സ്പൈസി. അടിപൊളി. അപ്പം ഞാനിനി ഓർഡർ ചെയ്യുന്നതിന് പകരം ഇനി മോമോസ് വീട്ടിലുണ്ടാക്കി നോക്കണം ഗൈസ്. ഐ എം സോ ഹാപ്പി. എൻ്റെ ഫ്രണ്ട് വരും, പക്ഷേ ഇത്തിരി ടൈം എടുക്കും എത്താൻ. അതാണ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ ഗൈസ്.